നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത് സ്ട്രക്ചേഴ്സ് ആൻഡ് സിവിൽ വർക്ക്സ് വരെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പം ബാക്കി നമുക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. സോ സ്ട്രക്ചേഴ്സ് ആൻഡ് സിവിൽ വർക്ക്സ് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ നോക്കിയത്, ടെക്നിക്കൽ അനാലിസിസ്. സോ അതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ട് ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഡിഫറെൻറ്റ് കീ എലമെൻറ്റ്സ് which are to be considered which are manufacturing process and technology, product mix, plant capacity, location and site, machineries and equipments, structures and civil works, project charts and layouts, schedule of project implementation. അപ്പോൾ ഇതിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് ആൻഡ് സിവിൽ വർക്ക്സ് വരെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. തിയററ്റിക്കൽ പോർഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അത് നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്തതാണ്. സോ നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു project charts and layouts. Okay, so project charts and layouts നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ നമുക്ക് whenever we have a diagram with us, it is very easy to represent things. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. സോ പ്രൊജക്ട് ചാർട്ട്സും ലേഔട്ട്സിൻ്റെയും യൂസ് അത് തന്നെയാണ്. ആൻഡ് ദർ ആർ മെനി ചാർട്ട്സ് ആൻഡ് ലേഔട്ട്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. ഓക്കെ, ദെൻ if you are using a project chart and different layouts, they have different purposes. The first one is general functional layout. Okay, so general functional layout name il thanne undu, it shows the different functions as different blocks. ഒരു ബ്ലോക്ക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ്. ഇതെല്ലാം ഡയഗ്രാംസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. So it is a block diagram in which each of these block shows a different function. Okay, so ആ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, ആ ലേഔട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിൽ അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദാറ്റ് പ്രോജക്റ്റ്. ഓർ ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് റൂംസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം കാണിക്കുന്നതാണ് ഫങ്ഷണൽ ലേഔട്ട് എന്ന് പറയുന്നത്. സോ ദി ലേഔട്ട് ഈസ് ഡിസൈൻഡ് അക്കോർഡിംഗ് ടു ദി ഫങ്ഷൻ. ഓക്കെ, shows a general relation between equipment, buildings and civil works. And here the traffic flow is in only one direction, which means the information flow or the movement of materials or person ഏതായാലും it is shown only in one direction. Okay, so main ആയിട്ട് ഓരോ ബ്ലോക്കിൻ്റെ ഫങ്ഷൻ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലേഔട്ട് ആണ് ഫങ്ഷണൽ ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഗോഡൗൺസ്, വർക്ക്ഷോപ്സ്, all these are examples where we can use functional layout. Second എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രാം. സോ മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ as the name says, മെറ്റീരിയലിൻ്റെ ഫ്ലോ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ്. റോ മെറ്റീരിയൽ ആവാം, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആവാം, യൂട്ടിലിറ്റീസ് ആവാം, സോ ബൈ പ്രോഡക്ട്സ്, അതുപോലെ വേസ്റ്റേജസ്. അപ്പോൾ ഇങ്ങനെ ഓരോ മെറ്റീരിയലിൻ്റെയും ഫ്ലോ ഒരു വർക്ക് സ്പേസിൽ എങ്ങനെ നടക്കുന്നു എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ചാർട്ട് അല്ലെങ്കിൽ ഡയഗ്രാമാണ് മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ക്വാണ്ടിറ്റി ഫ്ലോ ഡയഗ്രാം ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ്, വിച്ച് മീൻസ് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഈസ് മൂവിങ് വിത്തിൻ ദാറ്റ് സ്പേസ് ഓർ ഫ്രം വൺ സ്പേസ് ടു അനദർ. സോ ദാറ്റ് ഇസ് എ ക്വാണ്ടിറ്റി ഫ്ലോ ഡയഗ്രാം. സോ ക്വാണ്ടിറ്റി ഫ്ലോ ഡയഗ്രാം നമ്മൾ മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രത്തിനകത്ത് വരുന്ന ഒരു പാർട്ടാണ്. Then production line diagram. So production line diagram shows how the production will progress along the process. Okay, so production, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സിമെൻറ്റ് ഫാക്ടറി എടുക്കുകയാണെങ്കിൽ അതിന് ആദ്യം റോ മെറ്റീരിയൽ വരും. റോ മെറ്റീരിയൽ വന്നതിന് ശേഷം പിന്നെ അത് പൗഡറിങ് ഉണ്ടാവും, പിന്നെ മിക്സിങ് ഉണ്ടാവും, ബ്ലെൻഡിങ് ഉണ്ടാവും. സോ ഇൻ ദാറ്റ് കേസ് ദെൻ അത് അതിനുശേഷം കെമിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം അത് നമ്മൾ പാക്ക് ചെയ്യും, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. സോ ദ എൻറ്റയർ പ്രോസസ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ ലൈൻ ഡയഗ്രാം. ഓക്കെ, ആദ്യം തൊട്ട് അവസാനം വരെ അത് എന്തൊക്കെ പ്രോസസ്സ് ഉണ്ടാകും എന്നുള്ളത് ഒരു ലൈൻ ഡയഗ്രത്തിൻ്റെ ഒരു രീതിയിൽ കാണിക്കുന്നതാണ് പ്രൊഡക്ഷൻ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദി പ്രൊഡക്ഷൻ പ്രോസസ്സസ് ദാറ്റ് ആർ ഇൻവോൾവ്ഡ് ഓൺ ദാറ്റ് പ്രോഡക്റ്റ്. ഇപ്പോൾ പ്രോഡക്റ്റിൽ എന്തൊക്കെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നു എന്നാണ് ആ പ്രൊഡക്ഷൻ ലൈൻ ഡയഗ്രാം കാണിക്കുന്നത്. ദെൻ ട്രാൻസ്പോർട്ട് ലേഔട്ട്. Transport layout means what are the different means of transport that are being used within that facility, and it shows the distances also, distances and means of transport. Okay,
അതായത് റോ മെറ്റീരിയൽ എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, ഏത് മെത്തേഡ് വെച്ചാണ് മൂവ് ചെയ്യുന്നത്, എത്ര ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തു, എവിടെ നിന്ന് എങ്ങോട്ടാണ് ആ റോ മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ മൂവ് ചെയ്തത് എന്നെല്ലാം കാണിക്കുന്ന ഒരു ലേ ഔട്ടാണ്. ഇറ്റ് ഷോസ് ഓൺലി ദ മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ഇറ്റ് ഷോസ് ഓൺലി ദ മൂവ്മെൻറ്റ് ബൈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടിൻ്റെ മൂവ്മെൻറ്റ് മാത്രം കാണിക്കുന്നതാണ് ഈ ട്രാൻസ്പോർട്ട് ലേ ഔട്ട് എന്ന് കാണിക്കുന്നത്. സോ ട്രാൻസ്പോർട്ടേഷൻ ലേ ഔട്ടിനകത്ത് വേറെ ഒരു കാര്യങ്ങളും റെപ്രസെൻറ്റ് ചെയ്യാൻ പാടില്ല. സോ ഇറ്റ് ഷോസ് ഓൺലി അബൌട്ട് ട്രാൻസ്പോർട്ട്. Utility consumption layout means which are the points where utilities are required and what is the quantity of utility required at that spaces. പിന്നെ യൂട്ടിലിറ്റിയുടെ ആവശ്യം എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂട്ടിലിറ്റി കൺസംഷൻ എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് അധികം വേണ്ടുന്ന കാര്യങ്ങൾ. അതില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയേക്കാം. പക്ഷേ യൂട്ടിലിറ്റീസ് ആർ additional requirements. For example, power, electricity, water, അതുപോലെ ഓയിൽ മെയിൻ്റനൻസിന് വേണ്ടുന്ന, മെഷീൻ മെയിൻ്റനൻസിന് വേണ്ടുന്ന ഗ്രീസ്, അങ്ങനത്തെ കാര്യങ്ങളതെല്ലാം യൂട്ടിലിറ്റി എന്ന് പറയും, യൂട്ടിലിറ്റി കൺസംഷൻ. അതുപോലെ ചില സമയത്ത് ഫ്യൂവലും യൂട്ടിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ ലേ ഔട്ട്. കമ്മ്യൂണിക്കേഷൻ ലേ ഔട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് പാർട്സ് എന്തൊക്കെയാണ്, ഓരോ പ്രോജക്റ്റിനെയും അത് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നു. സോ ഹൗ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഡിഫറെൻറ്റ് ബ്ലോക്സ് ഇൻ എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് പല പല ഫങ്ഷണാലിറ്റീസ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ ഫങ്ഷണാലിറ്റീസും തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ലേ ഔട്ടാണ് കമ്മ്യൂണിക്കേഷൻ ലേ ഔട്ട്. ഓക്കെ, can be through telephone, internet ഉണ്ടാവാം, intercom ഉണ്ടാവാം. So all these are the different methods by which communication can be done. Then organization layout means the organizational setup of the project, like administrative setup എങ്ങനെയാണ്. So it shows the organizational layout, how the managerial levels are aligned, top level management, middle level, low level workers എങ്ങനെയാണ് അവിടെ ഇൻഫർമേഷൻ ഫ്ലോ, വർക്ക് ഫ്ലോ ഒക്കെ നടക്കുന്നത് എന്ന് കാണിക്കുന്ന ലേ ഔട്ടാണ് ഓർഗനൈസേഷണൽ ലേ ഔട്ട്. ആൻഡ് ഫൈനലി പ്ലാൻ ലേ ഔട്ട് വിച്ച് ഷോസ് ദി ഫിസിക്കൽ ലേ ഔട്ട് ഓഫ് ദി ഫാക്ടറി. സോ പ്ലാൻ ലേ ഔട്ട് നിങ്ങൾ എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റിനൊക്കെ പോവുകയാണെങ്കിൽ മിക്ക കേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ഫാക്ടറി ആണെങ്കിൽ ആ ഒരു ഫാക്ടറിയുടെ ലേ ഔട്ട് ഒരു ഡ്രോയിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോയിടത്തും ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഓരോ ഫ്ലോറിൻ്റെയും ലേ ഔട്ട് ഡ്രോയിങ്ങും കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നതായിട്ട് കാണാം. സോ ഇറ്റ് ഷോസ് all the different components means the different functionalities that are there in the factory and how it is designed, how it is aligned together. Okay, ഓരോ ബ്ലോക്കിൻ്റെയും എവിടേക്കാണ് ആ ഒരു ലൊക്കേഷൻ എന്നുള്ളത്, ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിക്കുന്ന ഒരു ലേ ഔട്ടാണ് ശരിക്കും പറയുന്നത് പ്ലാൻ ലേ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, then there are different types of layouts which are available that are consistent with the production technology, which ensures flow of goods in different stages. It ensures proper space utilization, scope for expansion, minimization of production cost and safety of personnel. So these are the reasons why we prepare a planned layout. Okay, consistency with the production technology, which means we have a production technology, we have to check whether we are following that technology properly. So അതിന് നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാവുന്ന ഒരു എൻജിനീയറിംഗ് ഡയഗ്രമാണ് പ്ലാൻ ലേ ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലോ ഓഫ് ഗുഡ്സ് ഓരോ സ്റ്റേജിലും വളരെ സ്മൂത്തായിട്ടാണോ നടക്കുന്നത്, അതോ എവിടെയെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാവുന്ന ഒരു ഡയഗ്രമാണ് പ്ലാൻ ലേ ഔട്ട്. ഇനി പ്രോപ്പർ സ്പേസ് യൂട്ടിലൈസേഷൻ. നമ്മൾ പ്ലാൻഡ് ലേ ഔട്ടിൽ നമ്മൾ കറക്റ്റായിട്ടാണോ മെഷീനറിയും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അതോ നമുക്ക് ആ സ്പേസ് ഇനിയും നന്നായിട്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയണമെങ്കിൽ അത് നമുക്ക് എടുത്ത് നോക്കാവുന്നതാണ്. സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡിമാൻഡ് കൂടുകയാണ്, കസ്റ്റമർ ഡിമാൻഡ് കൂടുമ്പോൾ അതിനനുസരിച്ച് പ്ലാൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഈസ് ദെയർ
ഇനി ഫർദർ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ, ഇനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ സ്പേസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇനി മെഷീനറി നമുക്ക് ആഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ പ്ലാൻ ലേഔട്ട് എന്ന് പറഞ്ഞ് ആ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഡ്രോയിങ് എടുത്ത് നോക്കേണ്ടി വരും. മിനിമൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ്. സോ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ it means we have to plan the flow of materials efficiently within the plan layout. അപ്പോൾ പ്ലാൻ ലേഔട്ടിനകത്ത് ഒരു മെറ്റീരിയൽ ഫ്ലോ എങ്ങനെ നടക്കണം എന്ന് നേരത്തെ പ്ലാൻ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ലേഔട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇഫ് യു ആർ പ്ലാനിങ് ഇറ്റ് കറക്റ്റ്ലി ദെൻ വി ക്യാൻ മിനിമൈസ് ദി പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ദെൻ സേഫ്റ്റി ഓഫ് പേഴ്സണൽ. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കൂടുതലും സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പ്ലാൻ ലേഔട്ട്സ് മിക്കടുത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പ്ലാൻ ലേഔട്ട് ഡ്രോയിങ്സ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എക്സിറ്റ് ഡോറുകൾ അല്ലെങ്കിൽ എമർജൻസി ഡോറുകൾ പോകാനായിട്ട്, പിന്നെ അതുപോലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഒക്കെ വയ്ക്കേണ്ട സ്ഥലങ്ങൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് പ്ലാൻ ലേഔട്ട്. ഈ പറഞ്ഞ ഓരോ ചാർട്ട്സും ഞാനൊന്ന് കാണിക്കാം. ഫസ്റ്റ് ജനറൽ ഫങ്ഷണൽ ലേഔട്ട്. ഇതൊരു ഹോസ്പിറ്റലിൻ്റെയാണ്. ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. സോ എ പേഴ്സൺ എൻറ്റേഴ്സ് ഹിയർ. ഇവിടെ റിസപ്ഷൻ ആണ്. ദെൻ വി ഹാവ് ദി മെഡിക്കൽ ഷോപ്പ് ഓർ ദി ഫാർമസി ഏരിയ, നമുക്ക് മെഡിസിൻസ് കിട്ടുന്ന സ്ഥലം. ദെൻ യൂട്ടിലിറ്റീസ് വേർ ദി എന്താ പറയുക, അവരുടെ ഹോസ്പിറ്റലിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും, ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. എക്സ്റേ ആൻഡ് ലാബ് ഉണ്ടാവും, ഓപ്പറേഷൻ തിയേറ്റർ, ദെൻ വാർഡ് റൂംസ് ഉണ്ടാവും, ദെൻ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടൻസി റൂംസ് ഉണ്ടാവും. And there will be some space where patients will wait. Okay, so this is a general block diagram of a functional layout. രണ്ടാമത്തത് മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രാം ആണ്. മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രത്തിനകത്ത് യു ക്യാൻ സി ഹൗ ദി മെറ്റീരിയൽ ഫ്ലോ ഈസ് ടേക്കിംഗ് പ്ലേസ്. ആദ്യം റോ മെറ്റീരിയൽ ട്രക്സിൽ കൊണ്ടുവന്ന് നമ്മൾ സിലോസിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അതിനെ വേറെ ഇൻ്റർമീഡിയറ്റ് സ്റ്റോറേജ് സ്പേസിലേക്ക് മാറ്റുന്നു, അതിനെ മൂവ് ചെയ്യുന്നു, വേറെ പ്രോസസ്സൊക്കെ നടക്കുന്നു, മിക്സിംഗ് നടക്കുന്നു. So it shows how the material is flowing. So that is a material flow diagram. Okay, production line diagram. Production line diagram എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രോസസ്സാണ് ആ മെറ്റീരിയലിനകത്ത് നടക്കുന്നത് അതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഹോട്ട് ബ്ലോയിങ് പ്രോസസ്സ്, മിക്സിംഗ് പ്രോസസ്സ്, ഫില്ലിങ്, ഇൻസ്പെക്ഷൻ, പിന്നെ ലേബലിംഗ് പ്രോസസ്സ്, എക്സ്റേ ഇൻസ്പെക്ഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രോസസ്സ് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൽ നടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് എ പ്രൊഡക്ഷൻ ലൈൻ. ഒരു മെറ്റീരിയൽ ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്ത് ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഇവിടെ എത്തുമ്പോൾ അതൊരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറുന്നു. അതിനെ ഫൈനലി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇറ്റ് ഷോസ് ദി ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഹാപ്പനിങ് ഓൺ ദി പ്രോഡക്റ്റ്. സോ സച്ച് എ ഡയഗ്രാം, അതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ലേഔട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റ് ബ്ലോക്കുകളിലേക്ക് എങ്ങനെയാണ് നമ്മൾ movement of materials and person, both materials and persons they need to move. അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, എങ്ങോട്ടാണ് നടക്കുന്നത് എന്ന് കാണിക്കുന്ന ലേഔട്ടാണ് ട്രാൻസ്പോർട്ട് ലേഔട്ട്. Then utility consumption layout means wherever utilities are needed, or which are the places where utilities are needed and which are the utilities needed and by how much amount. ഇത് കാണിക്കുന്ന ഒരു ലേഔട്ടാണ് യൂട്ടിലിറ്റി കൺസംഷൻ ലേഔട്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ കംപ്രസറിനുള്ള ഡിഫറെൻറ്റ് യൂട്ടിലിറ്റീസാണ് കാണിച്ചിരിക്കുന്നത്. പ്രീ ഫിൽട്ടർ, എയർ കംപ്രസേഴ്സ്, കൂളേഴ്സ്, ഓയിൽ സെപ്പറേറ്റേഴ്സ്, എയർ ഫിൽറ്റേഴ്സ്, അങ്ങനെ നൈട്രജൻ എക്സ്ട്രാക്ടർ, ഇങ്ങനെ പല പല ഡിഫറെൻറ്റ് യൂട്ടിലിറ്റീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂട്ടിലിറ്റീസും ആ പ്രോസസ്സിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഏതൊക്കെ ടൈപ്പാണുള്ളത് എന്നെല്ലാം കാണിക്കുന്ന ലേഔട്ടാണ് യൂട്ടിലിറ്റി കൺസംഷൻ ലേഔട്ട്. Then organizational layout, it shows the levels of organization and how they are structured. You have a general manager, sales department, R&D, production, then HR department, പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ ഉള്ള സബ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം കാണിക്കുന്ന ഒരു ലേഔട്ടാണ് ഓർഗനൈസേഷണൽ ലേഔട്ട്. ഇറ്റ് ഷോസ് ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, റൈറ്റ്? ബോത്ത് വേസ് ദി ഫ്ലോ ഈസ് പോസിബിൾ. ജനറൽ മാനേജർ ലെവലിൽ നിന്ന് താഴേക്കും അതുപോലെ വർക്കർ ലെവലിൽ നിന്ന് മേളിലേക്കും. ഓക്കെ, so how that factory is organized, so that is the how the working, the personnel is organized, അതാണ് organizational layout എന്ന് പറയുന്നത്. And finally we have the plant layout. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ പ്ലാന്റിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് ഫോം ആയിരിക്കും. അതിനകത്ത് എവിടൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും.
You have the transform, the power area, office, raw material storage area, then dice storage area where production is taking place, then empty space reserved for new machines. പുതിയ മെഷീൻ വേണമെങ്കിൽ അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ we know how we have to install new machinery. അത് എവിടെ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോരോ ഏരിയാസ് ആയിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കാണിക്കും. വാഷ്റൂം എവിടെയാണ്, ദെൻ സേഫ്റ്റി, ഇതെല്ലാം കോഡിങ് വെച്ചെല്ലാം കാണിക്കും. സോ എമർജൻസി എക്സിറ്റുകൾ എവിടെയാണ്. സോ ഓൾ ദീസ് ആർ റെപ്രസെൻറ്റഡ് ഇൻ എ പ്ലാൻ ലേഔട്ട്. ഓക്കെ, so that much about plan layout. So these are the different types of plan layouts. Okay.